നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഫ്രേസ് നജർ ബജാക്കർ. നജർ ബജാക്കർ എന്ന് പറഞ്ഞാൽ കണ്ണ് വെട്ടിച്ച്. നജർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി, ദൃഷ്ടിയിൽപ്പെടാതെ അല്ലെങ്കിൽ കണ്ണ് വെട്ടിച്ച്. നജർ ബജാക്കർ. ഇത് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. അവൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വെളിയിലിറങ്ങി. അവൻ എല്ലാവരുടെയും, അതെങ്ങനെ പറയും? വ സബ്സെ, എല്ലാവരുടെയും. നജർ ബച്ചാക്കർ. നജർ ബച്ചാക്കർ എന്ന് പറഞ്ഞാൽ കണ്ണു വെട്ടിച്ച്. ബാഹർ നിക്കല, വെളിയിലിറങ്ങി. വഹ് സബ്സെ നജർ ബച്ചാക്കർ, എല്ലാവരിൽ നിന്നും കണ്ണു വെട്ടിച്ച്. ബാഹർ നിക്കല. വഹ് സബ്സെ നജർ ബച്ചാക്കർ ബാഹർ നിക്കല. വേറൊരു സെൻറ്റൻസ് നോക്കാം. അവൻ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചോടിപ്പോയി. വ പുലീസെ നജർ ബച്ചാക്കർ. വ പുലീസെ നജർ ബച്ചാക്കർ ഭാഗ് നിക്കല. ഭാഗ് നിക്കല എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. ഭാഗിന എന്ന് പറഞ്ഞാൽ ഓടുക. ഭാഗ് നിക്കല എന്ന് പറഞ്ഞാൽ ഓടി എവിടെയെങ്കിലും പോയി, പുറപ്പെട്ടു പോയി എന്നുള്ള അർത്ഥമാണ്. ഭാഗ് നിക്കല. വ പുലീസെ നജർ ബച്ചാക്കർ ഭാഗ് നിക്കല. പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഓടിപ്പോയി. ഇനി നമുക്ക് അറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞു എന്നുള്ള രീതിയിലുള്ള സെൻറ്റൻസുകളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനുപയോഗിക്കുന്നത് പതാച്ചല. പതാച്ചല എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞു. അവൻ അറിയാൻ കഴിഞ്ഞു. ഉസേ പതാച്ചല. അല്ലെങ്കിൽ അവൻ അറിഞ്ഞു. ഉസേ പതാച്ചലാക്കി. ഞാൻ ആഗ്രയിലാണെന്ന്. മേ ആഗ്രാമേ ഹൂ. ഞാൻ ആഗ്രയിലാണെന്നുള്ളതിന് മേ ആഗ്രാമേ ഹൂ. ഉസേ പതാച്ചലാക്കി മേ ആഗ്രാമേ ഹൂ. അവൻ അറിയാൻ കഴിഞ്ഞു, ഞാൻ ആഗ്രയിലാണെന്ന്. എനിക്കറിയാൻ കഴിഞ്ഞു, അവൻ ഇവിടെ ഇല്ലെന്ന്. മുझे പതാ ചലാ ഹേ കി വ യഹാ നഹി ഹേ. വഹ് യഹാ നഹി ഹേ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഇല്ല. മുझे പതാ ചലാ ഹേ, എനിക്ക് അറിയാൻ കഴിഞ്ഞു. കി വഹ് യഹാ നഹി ഹേ, അത് രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കീ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. മുझे പതാ ചലാ ഹേ കി, എനിക്ക് അറിയാൻ കഴിഞ്ഞു. വഹ് യഹാ നഹി ഹേ, അവൻ ഇവിടെ ഇല്ലെന്ന്. ഇന്നാണ് അറിഞ്ഞത് നിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന്. ഇന്നാണ് അറിഞ്ഞത്. ആജ് പതാ ചലാ ഹേ. ആജ് പതാ ചലാ ഹേ, ഇന്നാണ് അറിഞ്ഞത്. കി എന്താണ്? വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന്. നിൻ്റെ തുമാരി സഗായി. സഗായി എന്ന് പറഞ്ഞാൽ കല്യാണ നിശ്ചയം, വിവാഹ നിശ്ചയത്തിനാണ് സഗായി എന്ന് പറയുന്നത്. തുമാരി സഗായി ഹോ ഗയി ഹേ, കഴിഞ്ഞു എന്നുള്ളത് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ആജ് പതാ ചലാ ഹേ കി തുമാരി സഗായി ഹോ ഗയി ഹേ. അവന് എന്നോടെന്തോ പറയണമെന്നുണ്ടായിരുന്നു. എന്തോ പറയണമെന്നുണ്ടായിരുന്നു. വഹ് മുജ്സെ കുച്ച് കഹന ചാഹ്താ ഥാ. കഹന ചാഹ്താ ഥാ എന്ന് പറഞ്ഞാൽ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, കഴിഞ്ഞ കാര്യമാണ്. കഹന ചാഹ്താ ഥാ, അവന് എന്നോടെന്തോ പറയണമെന്നുണ്ടായിരുന്നു. വഹ് മുജ്സെ മുജ്സെ വഹ് മുജ്സെ കുച്ച് കഹന ചാഹ്താ ഥാ. എന്നാൽ ഒന്നും പറയാൻ പറ്റിയില്ല. ലേക്കിൻ, എന്നാൽ. ലേക്കിൻ എന്നാൽ. ഒന്നും പറയാൻ പറ്റിയില്ല. കുച്ച് കഹ നഹി പായ. കുച്ച് കഹ നഹി പായ. നഹി പായ എന്ന് പറഞ്ഞാൽ പറ്റിയില്ല, ചെയ്യാൻ എന്തെങ്കിലും കഴിഞ്ഞില്ല, പറ്റിയില്ല എന്നുള്ളതിന് നമ്മൾ നഹി പായ എന്ന് പറയാം. കഹി നഹി പായ, പറയാൻ പറ്റിയില്ല. ലേക്കിൻ കുച്ച് കഹി നഹി പായ, ഒന്നും പറയാൻ പറ്റിയില്ല. അതുപോലെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എങ്ങനെ പറയും? പഠി നഹി പായ. പഠ് നഹി പായ. ഓടാൻ പറ്റിയില്ല. ദൗഡ് നഹി പായ. ഓടാൻ പറ്റിയില്ല എന്നുള്ളതിന് ദൗഡ് നഹി പായ. കളിക്കാൻ പറ്റിയില്ല. ഖേൽ നഹി പായ. ഉറങ്ങാൻ പറ്റിയില്ല. സോ നഹി പായ. എനിക്ക് ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല, അതെങ്ങനെ പറയും? കൽ മുझे ബിൽക്കുൽ സോ നഹി പായ. ഉറങ്ങാൻ പറ്റിയില്ല. ബിൽക്കുൽ സോ നഹി പായ, ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് നഹി പായ ചേർത്ത് നമുക്ക് പറയാം. അവൻ്റെ ട്രെയിൻ പുറപ്പെടാറായിരുന്നു. ഉസ്കി ട്രെയിൻ നിക്കൽനെ വാലി ഥി അല്ലെങ്കിൽ ജാനെ വാലി ഥി, പോകാറായിരുന്നു. നിക്കൽനെ വാലി ഥി എന്ന് പറഞ്ഞാൽ പുറപ്പെടാറായിരുന്നു. ഉസ്കി ട്രെയിൻ ജാനെ വാലി ഥി അല്ലെങ്കിൽ നിക്കൽനെ വാലി ഥി. അവന് സ്റ്റേഷനിൽ പെട്ടെന്ന് എത്തണമായിരുന്നു. ഉസേ സ്റ്റേഷൻ പർ ജൽദി പഹൂഞ്ചനാ ഥാ. പഹൂഞ്ചനാ ഥാ, എത്തണമായിരുന്നു. ഉസേ സ്റ്റേഷൻ പർ ജൽദി പഹൂഞ്ചനാ ഥാ, അവന് സ്റ്റേഷനിൽ
പെട്ടെന്നെത്തണമായിരുന്നു. അവൻ വേഗത്തിൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. വഹ് ജൽദി വേഗത്തിൽ ഘർ സേ നിക്കൽ ഗയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിക്കൽ ഗയ എന്ന് പറഞ്ഞാൽ നിക്കൽ ജാന എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവുക. നിക്കൽ ഗയ ഇറങ്ങിപ്പോയി. വഹ് ജൽദി ഘർ സേ നിക്കൽ ഗയ അവൻ വേഗത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വൈകുന്നുണ്ടായിരുന്നു. ദേർ ഹോ രഹി ഥി എന്ന് പറഞ്ഞാൽ നേരം താമസിക്കുന്നുണ്ടായിരുന്നുള്ള അർത്ഥമാണ്. ലേറ്റ് ആകുന്നുണ്ടായിരുന്നു. ദേർ ഹോ രഹി ഥി. എല്ലാ കാര്യങ്ങളും പകുതിക്കായിപ്പോയി, ഒന്നും മുഴുവനാക്കാൻ പറ്റിയില്ല എന്നുള്ള അർത്ഥം. സാരി ബാത്തേ എല്ലാ കാര്യങ്ങളും. അധൂരി രഹുകയ അധൂരി എന്ന് പറഞ്ഞാൽ പകുതിക്ക്. അധൂരി രഹുകയ പകുതിക്കായി ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ പകുതിക്കായിട്ട് വെച്ചിട്ട് പോയി എന്നുള്ള അർത്ഥമാണ്. എല്ലാം പകുതിക്കായിപ്പോയി. അധൂരി രഹുകയ സാരി ബാത്തേ അധൂരി രഹുകയ എല്ലാ കാര്യങ്ങളും പകുതിക്കായിപ്പോയി, മുഴുവനാക്കാൻ പറ്റിയില്ല. ഇനി എന്ന് കാണും എന്നറിയില്ല. പത്താ നഹി ദുബാര കബ് മിലേഗ ദുബാര എന്ന് പറഞ്ഞാൽ വീണ്ടും. പത്താ നഹി എന്ന് പറഞ്ഞാൽ അറിയില്ല. ദുബാര കബ് മിലേഗ ഇനി രണ്ടാമത് എന്ന് കാണും, വീണ്ടും എന്ന് കാണും എന്ന് അറിയില്ല. പത്താ നഹി ദുബാര കബ് മിലേഗ. അതുവരേക്കും പ്രതീക്ഷിച്ചിരിക്കാം. തബ് തക് അതുവരെ. തബ് തക്. തബ് തക് ഇന്തസാർ കരേങ്കെ ഇന്തസാർ കരേങ്കെ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കാം. പ്രതീക്ഷിക്കുക എന്നാണ് ഇന്തസാർ കർണ. കരേങ്കെ എന്ന് പറഞ്ഞാൽ ചെയ്യാം. ഇന്തസാർ കരേങ്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കാം. നിങ്ങൾ തയ്യാറാണോ? ക്യാ ആപ് തയ്യാർ ഹേ നിങ്ങൾ തയ്യാറാണോ? ക്യാ ആപ് തയ്യാർ ഹേ. എനിക്ക് സംശയമുണ്ട്. മുझे तो शक है ശക്ക് എന്നും പറയാം അല്ലെങ്കിൽ ശങ്ക എന്നും പറയാം. മുझे तो शंका है അല്ലെങ്കിൽ മുझे तो शक है എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡെയിലി യൂസിന് ആവശ്യമുള്ള ഹിന്ദി സെൻറ്റൻസുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഈ 1 മുതലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും കേട്ട് 1 മുതൽ 100 വരെയുള്ള വീഡിയോസ് നമ്മൾ 2-3 പ്രാവശ്യം കേൾക്കുമ്പം തന്നെ ഏറെക്കുറെ നമുക്ക് ഹിന്ദി സംസാരിക്കാനൊക്കെ ഉള്ളൊരു ധൈര്യം കിട്ടും. കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പുതിയൊരു രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ 1 മുതൽ 100 വരെയുള്ളതിൽ ഏറെക്കുറെ വാക്കുകളും അല്ലെങ്കിൽ സെൻറ്റൻസുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 100 കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ ഞാൻ ഇടാം. താങ്ക് യു.